ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഹാപ്പി ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ പോയത് ലിവർപൂളിൽ നിന്നാണ്. ലിവർപൂൾ ലൈം സ്ട്രീറ്റിൽ നിന്ന് ഈസ്റ്റേൺ സ്റ്റേഷനിലോട്ടായിരുന്നു. ഇത് കണ്ടോ, ട്രെയിനിൻ്റെ ആകെയൊക്കെ അടിപൊളിയായിട്ടില്ലേ? എല്ലാവരും കൂടെ, കുട്ടികളെല്ലാം നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. ട്രെയിൻ യാത്രയൊക്കെ സുഖമായിരുന്നു. 2 മണിക്കൂർ ട്രെയിൻ യാത്ര അങ്ങോട്ട് പോയപ്പോഴും രണ്ടും സെയിം ഇതായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ബസ് പാസ് എടുത്തു. ബസ് പാസിന് വന്ന് £6 ആയിട്ടുള്ളായിരുന്നു. ആ ബസ് പാസ് വെച്ച് 10 ഇയർ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. നമുക്ക് ആ ബസ് പാസ് വെച്ച് എവിടെ വേണമെങ്കിലും പോകും. കണ്ടല്ലോ റൂമിൻ്റെ അകം. ഇതിപ്പോൾ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചെക്ക് ഇൻ വന്ന് 3 മണിക്കായിരുന്നു. പിന്നെ പെട്ടെന്ന് ചെക്ക് ഇനൊക്കെ ചെയ്തു. ഞാൻ നേരെ ബക്കിംഗ്ഹാം പാലസിലോട്ട് വിട്ടു. പക്ഷേ അവിടെ ഇപ്പം ക്ലോസ്ഡ് ടൈമാണ്. ജൂലൈ സെപ്റ്റംബറിലും കണ്ടേ ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈക്കിൾ റാലിയൊക്കെ പോയി. നേക്കഡ് സൈക്കിൾ റാലി ആയിരുന്നു. കണ്ട് ഞങ്ങൾ അന്തം വിട്ടുപോയി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. പിള്ളേർക്കൊക്കെ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ ടവർ ബ്രിഡ്ജിലോട്ട് വിട്ടു. പക്ഷേ ടവർ ബ്രിഡ്ജ് രാവിലെ കാണുന്നതിൽ ഇച്ചിരി കൂടെ ഭംഗി ഇരുട്ടത്താണ്. പക്ഷേ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് എങ്ങനെയും 10:30 ആവും ഇരുട്ടാവാൻ വേണ്ടി. പിന്നെ അവിടെയും കുറേ ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു. നല്ല സൂപ്പറായിരുന്നു. നമ്മുടെ രാധിക സത്യമാണ് പോകുന്നത്. രാധികയ്ക്ക് നല്ല നടുവേനയുണ്ട് നടന്ന്. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടില്ലേ? ഇത് ഞങ്ങളുടെ റൂമാണ്. നേരെ ഞങ്ങൾ മേഡം തുസാനിലിട്ട് നെക്സ്റ്റ് ഡേ വിട്ടു. അവിടെ ആണല്ലോ അടിപൊളി വാക്സ് മ്യൂസിയം ഒക്കെ ഉണ്ട്. നമ്മുടെ ഷാരൂഖ് ഖാനെ കണ്ടില്ലേ? സൂപ്പറല്ലേ? പിന്നെ നമ്മുടെ ഷാരൂഖ് ഖാനുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറുണ്ട്, പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡേവിഡ് ബെക്കാം, എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരെയും കൂടെ കിട്ടിയ അവസരം പാഴാക്കിയില്ല. എല്ലാവരെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടല്ലേ? ചേട്ടനൊക്കെ സ്റ്റൈലായിട്ട് നിൽക്കുന്ന പേളിക്കുട്ടിയൊക്കെ എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ ഒരു ട്രെയിനിൽ കയറി. 2nd ഫ്ലോർ, ഐ തിങ്ക് ഇറ്റ്സ് 3rd ഫ്ലോർ ആണെന്ന് തോന്നുന്നു. ഒരു ട്രെയിനിൽ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഒരു കുട്ടി ട്രെയിൻ, നല്ല രസമായിരുന്നു. അതിനൊരു കുലുക്കമൊക്കെ ആയിട്ട് ട്രെയിനിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഞങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രസമായിരുന്നു. പണ്ടത്തേക്ക് ഒരു രീതിയിൽ എല്ലാം ഓരോ സ്റ്റാച്യു പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് നല്ല ഒരു ട്രെയിൻ യാത്രയെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. ഇവരെല്ലാം അറേഞ്ച് ചെയ്യുന്ന എല്ലാം ഓരോരോ ഫ്ലോറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, എല്ലാം ഈ നല്ല ജീവനുള്ള കൂട്ടുണ്ടല്ലേ കണ്ടിട്ട്. എന്ത് രസമുണ്ടല്ലേ? പണ്ടത്തെ ആ മെഷീൻസ് എല്ലാം യൂസ് ചെയ്യുന്നതും. ഞാനും മോനും കൂടെ ആയിരുന്നു ഒരു ഇതിലിരുന്നത്. പിന്നെ നമ്മൾ എൻഡിൽ വരുമ്പം കൂടെ ഫോട്ടോ നമ്മുടെ അത് കറക്റ്റ് സ്നാപ്പാവും. നോക്കിയേ, മഹിമോനാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സ്പൈഡർമാനെയൊക്കെ മാർവൽസിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അവൻ എൻജോയ് ചെയ്തു. പിന്നെ സ്റ്റാർ വാറിൻ്റെയൊക്കെ പ്രത്യേകം എല്ലാം വാക്സിനാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ സീഷൽ അക്വേറിയം. അവിടെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഷാർക്കൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അവിടെ പല ടൈപ്പ് ഫിഷ്, ഞാൻ ഇത്രയും വെറൈറ്റി ഫിഷസിനെയൊക്കെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. പിന്നെ അവിടെ നമുക്ക് ജെല്ലി ഫിഷിനെ തന്നെ കാണാം. ജെല്ലി ഫിഷ്, പിന്നെ പെൻഗ്വിൻ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? പെൻഗ്വിൻ്റെയൊക്കെ നടത്തം കാണാം. ആ കുണുങ്ങി നടത്തൊക്കെ കാണാം. എന്ത് രസമല്ലേ? പെൻഗ്വിനെയൊക്കെ അവിടെ ഒരു പ്രത്യേക ടെമ്പറേച്ചറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. നോക്കിയാൽ ജെല്ലി ഫിഷൊക്കെ പല കളർഫുള്ളായിട്ട് അവർ കളറൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സീ ഹോസ് ഉണ്ടായിരുന്നു. സീ ഹോസിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ലണ്ടനേക്കകത്ത്, ലണ്ടനെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ജയൻറ്റ് വീലിൻ്റെ മേളിൽ കുട്ടി ക്യാബിനായിട്ട് എല്ലാം ചെയ്തിട്ട് അതിൽ കയറി എല്ലാവരും കൂടെ കയറി ആ വലിയ ഫുൾ ലണ്ടൻ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല ഒരു വ്യൂ ആയിരുന്നു അത്. അങ്ങനെ അവിടെ വെച്ച് വീണ്ടും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അടിച്ചു പൊളിച്ചു. ലണ്ടൻ ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. 2 ദിവസം ഉള്ളെന്ന് പറഞ്ഞാലും ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമ അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു അഭിമാനം തോന്നി. നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ കണ്ടപ്പം നോക്കിയേ. പിന്നെ അവിടെ കുറേ ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഡാൻസ് പ്രോഗ്രാം, പാട്ട് ഷോ എല്ലാം കണ്ടു. അങ്ങനെ നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ കൂടെ ഫോട്ടോ